പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ിന്റെയും ശ്രുതിയുടെയും അടുപ്പം കണ്ടതിനെ തുടർന്ന് ശ്യാം ഒന്ന് പകച്ചുപോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ശ്യാം ഭയപ്പെടുന്നു. മാത്രവുമല്ല, പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇരുവരും കൂടുതൽ ഒന്നിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇരുവരെയും പിരിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ശ്യാം. അതിനുവേണ്ടി കുഞ്ഞിനെ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയില്ല എന്നും മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശ്യാം കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനായി. ഇതോടെ തട്ടിക്കൊണ്ടു പോവുകയാണ് അശ്വിനെ അവർ. മാത്രവുമല്ല, അശ്വിൻ തിരികെ എത്താത്തതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. എന്താണ് കുഞ്ഞിന് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകാതെ ആകെ പകച്ചു പോകുന്ന അവൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഇതോടെ അഞ്ജലിയും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറയുകയാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് കടന്ന് വരുന്നത് ശ്യാം. പക്ഷേ ശ്യാമിനെ വിശ്വസിക്കാൻ തയ്യാറാകാതെ ശ്രുതി തൻ്റെ രീതിയിൽ അന്വേഷണം തുടരുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.